തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്ന് 9, നാളെ 10 ആണ്. നമ്മുടെ കേരളത്തിൽ നാളെ 9, മറ്റന്നാൾ 10, അങ്ങനെയല്ലേ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ നാളത്തെ നോമ്പ് എല്ലാവരും പിടിക്കണം. നാളെ മുഹറം 9 സുന്നത്ത് നോമ്പ്. അപ്പോൾ റമദാനിലെ നോമ്പ് ഖളാ വിട്ടാനൊക്കെ ഉള്ള സഹോദരിമാർ സഹോദരങ്ങളൊക്കെ അതും കൂടി ചേർത്ത് നിയ്യത്ത് ചെയ്യുക. അപ്പോൾ അങ്ങനെ നിയ്യത്ത് ചെയ്യുമ്പോൾ നാളെ സുബഹിക്ക് മുമ്പ് തന്നെ നിയ്യത്ത് വന്നിരിക്കണം. കാരണം റമദാനിലെ നോമ്പ് ഫർളാണ്. ഫർളായ നോമ്പുകൾ കരുതുമ്പോൾ നോമ്പ് പിടിക്കുന്ന ദിവസത്തിൻ്റെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ എന്ത് ചെയ്യണം? സുന്നത്ത് നോമ്പിന് നിയ്യത്ത് വെക്കണമെങ്കിൽ റമദാനിലെ നോമ്പ് കരുതുമ്പോൾ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ നിയ്യത്ത് വേണം, രാത്രിയിൽ തന്നെ ആവണം. അപ്പോൾ റമദാനിലെ നോമ്പ് ഖളാ വീട്ടുന്നതിനോടൊപ്പം താസുആയിൻ്റെ അഥവാ മുഹറം 9 സുന്നത്ത് നോമ്പ് അല്ലാഹു തആലയ്ക്ക് വേണ്ടി പിടിച്ചുവിടുവാൻ ഞാൻ കരുതി എന്ന് നിയ്യത്ത് ചെയ്യുക. മനസ്സിരുത്തി ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിയ്യത്താവും. നാളത്തെ നോമ്പ് അങ്ങനെ. മറ്റന്നാൾ ആശുറ മുഹറം 10 സുന്നത്ത് നോമ്പ്. റമദാനിലെ നോമ്പ് ഖളാ വീട്ടുന്നതിനോടൊപ്പം താസുആയിൻ്റെ നോമ്പ് എന്ന് നാളെ കരുതുകയും മറ്റന്നാൾ ആശുറായിൻ്റെ നോമ്പ് കരുതുകയും ചെയ്യുക കേട്ടോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് വിഷയങ്ങളുണ്ട്. സദ്യ ഒരിക്കൽ സുന്നത്തുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ നോമ്പുറ സൽക്കാരം പറഞ്ഞു. നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ തീർച്ചയായും അവന് വലിയ പ്രതിഫലമാണ്. പ്രത്യേകിച്ച് ആശുറായിൻ്റെ ദിവസം എന്നെ കേൾക്കുന്ന രക്ഷിതാക്കൾ, ഉമ്മമാരും ഉപ്പമാരൊക്കെ മനസ്സിലായിക്കും. മൻ വസാല അയ്യാലിഹി ഫി യൗമി ആശുറ ഔസാ അല്ലാഹു ലഹു സായിറ സനതിഹി എന്ന ഹദീസ്. മുഹറം 10 ദിവസത്തിൽ കുടുംബത്തിൽ വിശാലത ചെയ്താൽ, അപ്പോൾ ഭക്ഷണത്തിൽ ആവട്ടെ, നല്ല പുതുവസ്ത്രം വേണം എടുക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ എന്ത് ചെയ്യുക? പുതിയൊരു വസ്ത്രം. വലിയ വില കൂടി എടുക്കണമെന്നില്ല. മക്കൾക്കൊക്കെ കൊടുക്കാൻ സാമ്പത്തികമുള്ള ആളുകൾ അങ്ങനെ ഒരു കുപ്പായം, തുണിയും കുപ്പായം വാങ്ങുക. ഇനി അതല്ലെങ്കിൽ ഭക്ഷണത്തിലെങ്കിലും വിശാലത ചെയ്യുക. വീട്ടുകാർക്ക് വിശാലത ചെയ്ത് കൊടുത്താൽ ഔസാ അല്ലാഹു ലഹു സായിറ സനതിഹി എന്ന ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നിട്ടുള്ള ദിവസമാണല്ലോ മുഹറം 10 എന്ന് പറയുന്നത്. ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രവാചകന്മാർക്കും മുഹറം 10 ബന്ധപ്പെട്ട് വലിയ കഥകൾ പറയാനുണ്ട്, ചരിത്രം പറയാറുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഒക്കെ നമുക്ക് ചെറുപ്പം മുതലേ അറിയാവുന്ന വിഷയങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഹറം 10 സുദിനത്തിൽ നോമ്പ് നോൽക്കുന്നതായ ആളുകൾ അതിനോടൊപ്പം തന്നെ കുടുംബത്തിലൊന്നുകൂടി ഒന്ന് വിശാലത ചെയ്താൽ തീർച്ചയായും വലിയ സന്തോഷം അവന് ലഭിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അടുത്തൊരു വർഷം അള്ളാഹു വിശാലത ചെയ്യുന്ന. അപ്പോൾ അക്കാര്യം എല്ലാവരും എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ സദ്യ ഒരുക്കൽ ഒരുപാട് വിഷയങ്ങൾക്ക് സുന്നത്തുണ്ട്. ഏറ്റവും കൂലി കിട്ടുന്ന അല്ലെങ്കിൽ ഏറ്റവും പങ്കെടുക്കൽ, ഒരാൾ നമ്മളെ എന്തെങ്കിലും വിഷയത്തിൽ ക്ഷണിച്ചാൽ അവർക്ക് ഉത്തരം ചെയ്യണമെന്നാണ്. അത് ഇസ്ലാമിൻ്റെ നിയമങ്ങളിൽപ്പെട്ടതാണ്. ഒരാൾ കല്യാണത്തിന് ക്ഷണിച്ചു, അതുമായി ബന്ധപ്പെട്ടുള്ള സൽക്കാരം. അപ്പോൾ അതിന് ക്ഷണിച്ചു കഴിഞ്ഞാൽ എന്തായി? 2 രീതിയിലുണ്ട് കല്യാണത്തിൻ്റെ ക്ഷണം. ഒന്ന് നിക്കാഹിൻ്റെ കണക്ഷൻ വെക്കുന്ന ദിവസം. ഇപ്പോൾ ഉദാഹരണത്തിന് നിക്കാഹ് കഴിഞ്ഞു, അപ്പോൾ ഉടനെ ഒരു സൽക്കാരം നടക്കുന്നു. മലബാറിൻ്റെ ഒരു രീതിയാണത്. നമ്മുടെ തെക്ക് ഭാഗത്തോട്ടൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിക്കാഹ് ഒരു ദിവസം കഴിച്ചു വെക്കും, എന്നിട്ട് ഉടനെ തന്നെ ഒരു ചിലവുണ്ടാവും, ഒരു ഭക്ഷണം ഉണ്ടാവും. പിന്നെ ഒരു 2 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെന്തായി? കല്യാണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വിളിക്കും. അത് യഥാർത്ഥത്തിൽ വലീമത്താണ്. ഭാര്യ ഭർത്ത ബന്ധങ്ങൾക്ക് ശേഷം പിന്നീട് നടത്തുന്ന, ഭർത്താവ് നടത്തേണ്ട നല്ല സൽക്കാരത്തിൻ്റെ പേരാണ് വലീമത്ത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് അതും പുണ്യമുള്ളതാണ്. 2ഉം സുന്നത്തുള്ളതാണ്. നിക്കാഹ് കഴിഞ്ഞാൽ ഉടനെയുള്ള ഭക്ഷണത്തിനും പ്രതിഫലമുണ്ട്. അതോടൊപ്പം തന്നെ ശേഷം പിന്നീട് നടത്തുന്ന വലീമത്ത് സൽക്കാരം, അത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ ഒരിക്കലൊരു അനുയായി വരുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു ആണ് എൻ്റെ ഓർമ്മ.
അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെന്താണ് കല്യാണം കഴിച്ച, നിക്കാഹ് കഴിഞ്ഞോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ നല്ല ഒരു ആടിനെ അറുത്തിട്ട് ഔലിയം വലൗ ബിശാത്തിൻ, വലീമത്ത് നടത്തണം. ഒരാടിനെ അറുത്തിട്ടെങ്കിലും എന്ത് ചെയ്യണം, നല്ല സൽക്കാരം നടത്തണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അതാണ് ഹദീസിലുള്ളത്, അഅ്ലിനു നിക്കാഹ വജഅലുഹാ ഫിൽ മസാജിദ്. നിങ്ങൾ നിക്കാഹ് പരസ്യമാക്കണം, രഹസ്യമാക്കാൻ പാടില്ല, പരസ്യപ്പെടുത്തണം. അതിനെന്ത് വേണം? വജഅലുഹാ ഫിൽ മസാജിദ്, അത് പള്ളിയിൽ വെച്ചാവണം. നിക്കാഹ് എപ്പോഴും പള്ളിയിൽ വെച്ചാവലാണ് ബറക്കത്ത്. ഇപ്പോൾ വന്ന് മുമ്പൊക്കെ നിക്കാഹൊക്കെ അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ സ്ത്രീകൾ ഭയങ്കരമായി നിർബന്ധം പിടിക്കുകയാണ്. ഞാൻ നമ്മുടെ റുഹൈബയാൻ കുടുംബത്തിലുള്ള മുഴുവൻ സഹോദരിമാരോടും ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഒരാളും അതിനു വേണ്ടി നിൽക്കരുത്. എല്ലാവർക്കും പറയാനുള്ളത് എന്താണ്? കല്യാണം ഞങ്ങൾക്ക് കാണണ്ടേ എന്നാണ്. കല്യാണം കാണണ്ടേ, ആ ചടങ്ങ് ഞങ്ങൾ അറിയണ്ടേ എന്നുള്ളതാണ്. അത് വേണമെങ്കിൽ പള്ളിയിൽ മൊബൈലിൽ ആരെങ്കിലും ഒരാൾ വേണമെന്ന് പിടിച്ചോട്ടെ, നിക്കാഹ് നടക്കുന്നത് എന്താണെന്നുള്ളത് കാണാനായിട്ട് അറിയാൻ. നിങ്ങൾക്ക് അത്ര അറിയണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ, ഇസ്ലാമിൽ അങ്ങനെ നിങ്ങൾ അറിയണമെന്ന് നിർബന്ധം വേണ്ട ആ വിഷയത്തിൽ. ഇനി അഥവാ അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ ഒരാൾ മൊബൈൽ വേണമെന്ന് എടുത്തിട്ട് കൊണ്ടെന്ന് കാണിച്ചു കൊടുക്കുക. കാണാൻ താല്പര്യമുള്ളതാകുന്ന ഉപ്പ എന്തായാലും അവിടെ ഉണ്ടാവും, സഹോദരിമാർ അവർക്ക് വേണ്ടി. ഇതെന്താന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നിക്കാഹ് മറ്റുള്ളവരെ കാണിക്കണ്ടേ എന്നുള്ളതാണ്. നമുക്ക് കാണുന്നതിനപ്പുറം മറ്റുള്ളവരെ കാണിക്കണ്ടേ, എല്ലാവരും നാട്ടുകാരെല്ലാം കാണിക്കണ്ടേ, അതാണ് ഉദ്ദേശം. എല്ലാം പള്ളിയിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് എന്ത് ചെയ്യാണ്, നേരെ ഓഡിറ്റോറിയത്തിലേക്ക് ആക്കാൻ വേണ്ടി വാശി പിടിക്കുക. അതൊന്നും നല്ലതല്ല. ഇപ്പോഴും ഇങ്ങനെ കോടിക്കണക്കിന് രൂപ അതിൻ്റെ മേലെ ചിലവഴിച്ച് ഒരു 10 ദിവസത്തോളം നടത്തുന്ന കല്യാണം, ഒരു ദിവസം മഞ്ഞ, ഒരു ദിവസം പച്ച, ഒരു ദിവസം ചുവപ്പ്, ഒരു ദിവസം കറുപ്പ്, ഒരു ദിവസം വെളുപ്പ്, അവസാനം കല്യാണത്തിൻ്റെ അന്നത്തെ ദിവസം കറുപ്പ്. എല്ലാവരും മരിക്കുന്ന സാധനം ഇട്ടുകൊണ്ട് വരികയാണ്. ആരാണ്ട് മരിച്ചതുപോലെയാണ്. ആരും പ്രതികരിക്കുന്നില്ല. പ്രതികരണശേഷി നഷ്ടപ്പെട്ടു പോയതാകുന്ന വല്യുപ്പ വല്യുമ്മ കുടുംബാദികൾ. കാരണം ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പുത്തൻ പണമാണ്. നാട്ടിലുള്ള ഉസ്താദന്മാരൊക്കെ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങളുടേതാകുന്ന ഇഷ്ടത്തിന് മുന്നോട്ട് പോകും എന്ന് വാശി പിടിക്കുന്ന മക്കൾ. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, നാട്ടിൽ ഫുട്ബോൾ മാമാങ്കമാണ്. ഇതിന് ഏറ്റവും കൂടുതൽ നിലകൊള്ളുന്ന ആരാ? നമ്മുടെ മക്കൾ. ഇതിനെതിരെ പറയുന്ന ഉസ്താദുമാരുടെ പ്രസംഗത്തിൻ്റെ കമൻറ്റിൻ്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ എഴുതി നിറയ്ക്കുക. നിങ്ങളാരാ പറയാൻ? ഞങ്ങൾ ചെയ്യും. മുമ്പ് അങ്ങനെ പറയാൻ തന്നെ പേടിച്ചിരുന്ന മക്കളായിരുന്നു. ഇന്നിപ്പോൾ വാപ്പാക്കും പേടിയില്ല, ഉമ്മാക്കും പേടിയില്ല, പിന്നെ അങ്ങനെ മക്കൾ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പോൾ അതുകൊണ്ട് എന്തായി? ദീനില്ലാതായിപ്പോയി. എവിടെയോ നടക്കുന്ന കളിക്കാർക്ക് വേണ്ടി, എവിടെയോ നടക്കുന്ന കളിക്ക് വേണ്ടി നമ്മളിവിടെ കിടന്ന് വാശി പിടിക്കുകയാണ്. പരസ്പരം പോരടിക്കുന്നു, പരസ്പരം താറടിച്ച് സംസാരിക്കുന്നു, ചീത്ത വിളിക്കുന്നു, അടിപിടി ഉണ്ടാകുന്നു, കലവില ഉണ്ടാകുന്നു, അഭിമാനം കൊള്ളുകയാണ്, വലിയ കട്ടൗട്ടുകൾ നിരത്തുകയാണ്. 100 അടിയുടെ ഒരുത്തം വെക്കുമ്പോൾ 120 അടിയുടെ വെക്കുകയാണ്. മെസ്സിയുടെ വെക്കുമ്പോൾ എംബാപ്പയുടെ വെക്കുകയാണ്. എംബാപ്പയുടെ വെക്കുമ്പോഴത്തേക്കും റൊണാൾഡോയുടെ വെക്കുകയാണ്. ഇങ്ങനെ എല്ലാ രാജ്യത്തിൻ്റെ അഹ്ലികാരായി, പോർച്ചുഗലിൻ്റെ ആളായി, അർജൻറ്റീനയുടെ ആളായി. എന്തൊക്കെയാണ് കാണിക്കുന്നത്? മെസ്സി ഒരു ഗോളടിച്ചെന്ന് കാണുമ്പോഴത്തേക്ക് ഇവൻ തുണിയും പറിച്ചുകൊണ്ട് കടന്ന് ഡിസ്കോ കളിക്കുക, എന്നിട്ട് അത് ഫേസ്ബുക്കിലേക്ക് ഇട്ടേക്കുക. ഇതൊക്കെയാണ് ആൾക്കാർ. ഇന്ന് വരെ ഒരു ഹദീസ് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു ഹദീസ് ഇപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഇന്ന് സൂചിപ്പിച്ച ഒരു ആശുറായിൻ്റെ ദിനത്തിൻ്റെ മഹത്വം പറഞ്ഞ് നമ്മൾ ആരെങ്കിലും നമ്മുടെ ഫേസ്ബുക്കിലോ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലോ നമ്മുടെ സോഷ്യൽ മീഡിയയിലോ എന്തെങ്കിലും ആൾക്കാർക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ടോ? നാളെ ആഖിറത്തിലേക്കൊരു ഗുണകരമായിട്ട്. നമ്മുടെയൊക്കെ ഫേസ്ബുക്കിൽ 5000, 3000, 2000 ഒക്കെ ആൾക്കാർ ഫോളോവേഴ്സ് ഉള്ളതാണ്. ഒരു ദീനിൻ്റെ ഒരു കഷ്ണം, ഒരു വാൽ കഷ്ണം നമ്മളിടുകയോ മറ്റുള്ളവരുടെ പ്രചരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയ മുഴുവനും ഈ അശ്ലീലതയാണ്. സിനിമയുടെ, സീരിയലിൻ്റെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അശ്ലീലമാക്കപ്പെട്ടതായ കാര്യങ്ങളുടെ ഇതിൻ്റെയൊക്കെ പോസ്റ്ററുകളും സംഭവങ്ങളും കളിതമാശകളായിട്ട് ജീവിതം ഹോമിക്കുക.
എങ്ങനെ നന്നാവും മക്കൾ? അതിൻ്റെ ജേഴ്സി വാങ്ങിച്ച് മക്കൾക്ക് കൊടുക്കുന്നു, അതിട്ടുകൊണ്ട് കളിപ്പിക്കുന്നു. മക്കളെയൊക്കെ അതിൻ്റെ അഹിലുകാരായി ചെറുപ്പത്തിൽ അഡിക്റ്റാക്കി മാറ്റാൻ. വാപ്പ മെസ്സിയുടെ ആളാണ്, മകൻ നേരെ തിരിച്ചാണ് ബ്രസീലിൻ്റെ ആളാണ്. എന്നിട്ട് വാപ്പായും മോനും കൂടെ പിന്നെ ഒരുമിച്ചിരുന്ന് കഴിക്കൂല. 4 കൊല്ലം കൂടുമ്പോൾ ഒരു മാസം നടക്കുന്ന പ്രതിഭാസമാണ്. വീട്ടിലെ അടിയും ബഹളവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനവും വിദ്വേഷവും. എന്നാലോചിച്ച് നോക്ക്. വാക്പോരുകൾ അല്ലെങ്കിൽ പരസ്പരം ഹത്തുമോതിയിട്ട് മത്സരിക്കും. വാപ്പ ഒരു 2 ജുസ് ഓതുന്നു, മകൻ 3 ജുസ് ഓതുന്നു, ഉമ്മ 4 എണ്ണം ഓതുന്നു. എന്നിട്ട് അതിൻ്റെ പേരിൽ അഭിമാനം കൊള്ളുന്നു. അൽഹംദുലില്ലാ ഞാൻ ഇന്ന് 3 ജുസ് ഓതി. ജീവിതത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ? ഗൾഫിലുള്ള പ്രവാസികളാകുന്ന സഹോദരങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ്, വലിയ താല്പര്യമാണ്. പക്ഷേ നിങ്ങളിപ്പോൾ ഇതിനു വേണ്ടിയൊക്കെ പൈസ കൊടുത്താൽ എങ്ങനെ നാളെ ആഖിറത്തിൽ ഏതെല്ലാം നിലയ്ക്ക് ഹിസാബ് നേരിടേണ്ടി വരും? ചിലരോട് ഇത് പറയുമ്പോൾ പറയാം അതൊക്കെ ഞങ്ങൾ നേരിട്ടുള്ള സ്ഥലം ഹിസാബല്ലേ. അപ്പോൾ ആഖിറത്തെ നിസ്സാരമായി കാണുന്നു, കളിതമാശയായി കാണുന്നു. ഗൗരവമുള്ള വിഷയമാണ്. നിൽക്കട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. കോടിക്കണക്കിന് രൂപകളൊക്കെ ഇതിനു വേണ്ടി ചെലവഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നാളെ ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടും. വമാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. റബ്ബ് ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ ഓരോന്നും നമ്മളെന്ത് ചെയ്യണം? എണ്ണി എണ്ണി പറയുകയും വേണം. സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നാളെ ഈ അനുഗ്രഹങ്ങൾ നൽകിയതിനെപ്പറ്റി അള്ളാഹു ചോദിക്കുമെന്നുള്ള ബോധ്യവും വേണം. നിർത്താണ്, പിന്നെ സമയമില്ല. അപ്പോൾ സൽക്കരിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ട ഒന്നാണെന്ത്? കല്യാണത്തിൻ്റെ നിക്കാഹിൻ്റെ സൽക്കാരം. അതുപോലെ ഒരുപാട് സൽക്കാരങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് സൽക്കാരങ്ങളുണ്ട്. മറ്റൊരു സൽക്കാരം പറയാം. നിക്കാഹിൻ്റെ സൽക്കാരത്തിനാണ് വലീമത്തെന്ന് പറയുക. മറ്റൊരു സൽക്കാരമാണ് സ്ത്രീകൾ അവരുടെ പ്രസവവേദനയിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ പേരിൽ സന്തോഷിക്കുന്നതായ സദ്യ. അതായത് സുഖപ്രസവം നടന്നു. സുഖപ്രസവം എന്ന പേരാണെങ്കിലും നല്ല വേദനയുള്ള പ്രസവമാണ്. അതാരാണ് അങ്ങനെ പേരിട്ടതെന്നറിയില്ല. ഏതും ആയിക്കോട്ടെ, അങ്ങനെ സുഖപ്രസവം നടക്കുകയാണ്. അങ്ങനെ പ്രസവം നടക്കുമ്പോൾ അൽഹംദുലില്ലാ റാഹത്തായി, വേറെ അനർത്ഥങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ആ പ്രസവ വേദനയിൽ നിന്ന് രക്ഷപ്പെട്ട് സന്തോഷിക്കുന്നതിൻ്റെ പേരിൽ സദ്യ നടത്താം. ഇസ്ലാമിലുള്ളതാണത്. നമ്മുടെ മദ്ഹബിൽ, ഷാഫി മദ്ഹബിൽ ഇമാമിങ്ങളെ രേഖപ്പെടുത്തിയതാട്ടോ. താബിലുള്ളതാണ് ഈ പറയുന്നത്, ആവശ്യമില്ലാത്തത് പറയില്ല. അപ്പോൾ അങ്ങനെ സദ്യ നടത്താം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ അതാണ് ഉസ്താദ് ഞങ്ങൾ 40 കുളി വെച്ചിരിക്കുന്നത്. 40 കുളി എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും നാട്ടുകാരുടെ മുന്നിലെല്ലാം ഭയങ്കര സംഭവമായിട്ട് ചടങ്ങ് പോലെ വിളിച്ചിട്ട് 40 കുളി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അങ്ങനെ ചില നാട്ടിൽ നടക്കുന്ന പരിപാടിയുണ്ട്. അതില്ല. അങ്ങനെ കുളിപ്പരിപാടിയല്ല ഈ പറയുന്നത്. കുളിപ്പരിപാടിയോ കുളിപ്പിക്കാൻ പോകുന്ന പരിപാടിയോ മഞ്ഞൾ തേച്ചിട്ട് വെയിലത്തിരുത്തുന്ന പരിപാടിയോ ഒന്നുമല്ല ഈ പറയുന്നത്. മറിച്ച് ഇങ്ങനെ എന്ത് ചെയ്യുക? പ്രസവ വേദനയിൽ നിന്ന് രക്ഷപ്പെട്ട് സന്തോഷിക്കുന്നതിൻ്റെ പേരിലൊരു സദ്യ. അപ്പോൾ അതൊരു ഡേറ്റ് ഫിക്സ് ചെയ്യണമെന്നൊന്നുമില്ല, ഇന്ന ഡേറ്റൊന്നൊന്നുമില്ല. അവരതിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ പേരിൽ ഏറ്റവും അടുത്ത അഹ്ലുകാർക്കൊരു സദ്യ കൊടുക്കുക എന്നുള്ളൊരു സൽക്കാരം കൊടുക്കുക. ഈ 40 കുളി എന്ന് പറയുന്ന ഒരു ചടങ്ങെന്ന് പറയുന്നതിൻ്റെ മെയിൻ പ്രശ്നം, 40-ന് മുമ്പേ പ്രസവ രക്തം നിൽക്കാം. 30-ന് നിന്ന ആളുകളുണ്ട്, 28-ന് നിൽക്കുന്നവരുണ്ട്, ചിലപ്പോൾ പ്രസവത്തോടു കൂടി തന്നെ നിൽക്കുന്നവരുണ്ട്. പ്രസവരക്തം എന്ന് പറയുന്നത് നിഫാസ് എന്ന് പറയുന്ന ആ രക്തം ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഒക്കെ നിൽക്കാം. കൂടിയാൽ അത് 60 ദിവസം വരെ പോകാം. 40 അല്ല, ചിലപ്പോൾ 60 ദിവസം വരെ പോകാം. ഇങ്ങനെയാണ് ഇമാമിങ്ങൾ പഠിപ്പിച്ചത്. സാധാരണയുള്ള സ്ത്രീകൾക്കുള്ള പീരിയഡ് ടൈം എന്ന് പറയുന്ന ആർത്തവ രക്തം അത് ഒരു രാവും ഒരു പകലും, ഏറ്റവും ചുരുങ്ങിയ ടൈം. അതല്ലെങ്കിൽ 15 ദിവസം വരെ പോകാം. അതിന് മുകളിലോട്ട് പോയാൽ അത് ഇസ്തിഹാദത്താണ്. സാധാരണ രീതിയിൽ 6-7 ദിവസമാണ്. 15 ദിവസത്തിന് മുകളിലോട്ട് പോയാൽ അത് ചെക്ക് ചെയ്യണം, ഡോക്ടറെ കാണിക്കണം. ബ്ലീഡിങ് ആണത്. അപ്പോൾ അത് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി ചിലപ്പോൾ മരുന്ന് കഴിക്കേണ്ടി വരും. അതേസമയത്ത് പ്രസവരക്തം എന്ന് പറയുന്നത് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് കുട്ടിയോട് പ്രസവിക്കലോടുകൂടി തന്നെ അത് നിൽക്കാം. അങ്ങനെ ആളുകൾക്ക് സംഭവിക്കാം, അങ്ങനെ സഹോദരിമാർക്ക് സംഭവിക്കാം. അതല്ല, 40 ദിവസം വരെ സാധാരണ രീതിയിൽ പോകാറുണ്ട്. അങ്ങേയറ്റം പോവുകയാണെങ്കിൽ 60 ദിവസം വരെ പോകാം.
പക്ഷേ 60 ദിവസം വരെ അല്ലെങ്കിൽ 40 ദിവസം വരെ എത്തണമെന്നില്ല. 28 ദിവസം കൊണ്ട്, 30 ദിവസം കൊണ്ട്, 33 ദിവസം കൊണ്ട്, 34 ദിവസം കൊണ്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രസവം നിന്നിട്ടുണ്ട്. നിന്നാലോ അവർക്ക് അടുത്ത വക്കത്തും ഒരു നമസ്കാരം കറക്റ്റായിട്ട് നിർവഹിക്കണം, ശരിക്കും ശ്രദ്ധിക്കണം. പക്ഷേ ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. വളരെ ശ്രദ്ധിക്കണം. ഇതെന്താ ചെയ്യുന്നത്, 40 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ എന്ത് ചെയ്യുള്ളൂ, നിസ്കാരം തന്നെ തുടങ്ങുള്ളൂ. നിസ്കാരം എന്ന് പറഞ്ഞാൽ ഫുള്ള് തലകുത്തി മറിഞ്ഞ് കിടക്കാനല്ല, ഫർള് നമസ്കാരങ്ങളെങ്കിലും കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് പോകണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പലരും 40 കഴിഞ്ഞാൽ പോലും പിന്നെ അങ്ങനെ കുളി, അത് കുളി, നനച്ചു കുളി, ആ കുളി, ഈ കുളി എന്നൊക്കെ പറഞ്ഞിട്ട് നിസ്കാരത്തെ അലസത വെച്ച് അങ്ങനെ പോവുക. അവസാനം സദ്യ കഴിക്കാൻ റാഹത്തായിട്ട് ഒരുങ്ങി ഇത്തിക്കാഫിരിക്കുക. ആ പരിപാടി നടക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, 40 കുളി എന്ന് പറഞ്ഞുകൊണ്ടൊരു ചടങ്ങ് വലിയ സംഭവമായിട്ട് വെക്കുന്നത്. അതാരോ കടത്തി കൂട്ടിയതാണ്. ഏതോ ഒരു താത്ത കുളിപ്പിക്കാൻ വന്നപ്പോൾ അവരായിട്ട് തുടങ്ങി വെച്ച പരിപാടിയാണ്. മനസ്സിലായില്ല? അതങ്ങനെയല്ല വേണ്ടത്. അല്ലാതെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ പേരിൽ എന്ത് ചെയ്യുക, കുളി ഇസ്ലാമിലുണ്ട്, അതിൽ നിന്ന് സദ്യ ഇസ്ലാമിലുണ്ട്. പ്രസവരക്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ പേരിലുള്ളൊരു സദ്യ എന്നുള്ള നിലയ്ക്ക് ഒരു സദ്യ നടത്താം. ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ പഠിക്കാം. ഒരു 10-12 സദ്യകളുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് നാളെ ബാക്കി പറഞ്ഞുതരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമായ അള്ളാഹു, ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ സംഗമം നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബജീവിതം ബറക്കത്തും സന്തോഷവും ഉള്ളതാക്കണേ റഹ്മാനെ. വിശുദ്ധമായ മദീനയിൽ വെച്ചുള്ള ഞങ്ങളുടെ ആത്മീയ മജ്ലിസിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പാപങ്ങൾ പൊറുക്കണേ അള്ളാഹ്. ഞങ്ങൾ നോറ്റുവിട്ടുന്ന നോമ്പുകൾ, കൊടുത്തുവിട്ടുന്ന ദാനധർമ്മങ്ങൾ നീ സ്വീകരിക്കണേ റഹ്മാൻ. അള്ളാഹു, പലരും ഞങ്ങളുടെ കൂട്ടത്തിൽ നോമ്പുള്ള ആളുകളുണ്ട്. എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ബറക്കത്ത് നൽകണേ അള്ളാഹ്. പ്രത്യേകിച്ച് അടുത്ത ദിവസങ്ങളിൽ ആശുറാ, താസുആ പോലെയുള്ള വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട നോമ്പുകളെ പിടിച്ചുവിട്ടുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾ ഞങ്ങളെ നീ ചേർക്കണേ റഹ്മാൻ. മദീനയിൽ വെച്ചുകൊണ്ട് അള്ളാഹു നോമ്പ് സുന്നത്തുള്ളതാണ്, പവിത്രതയുള്ളതാണ്. അത് മാനിച്ചുകൊണ്ട് ഞങ്ങളുടെ റുഹൈബയാൻ കുടുംബങ്ങളൊക്കെ ഇന്ന് നോമ്പിലാണ്. അള്ളാഹു, ഇന്ന് സൗദി പിറകണ്ടതിൻ്റെ പ്രകാരം ഇന്ന് താസുആയിൻ്റെ ദിവസമാണ്, മുഹറം 9. ഒരുപാട് ആളുകൾ നോമ്പ് നോറ്റുകൊണ്ട് നിലകൊള്ളുന്നവരുണ്ട്. എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അള്ളാഹ്. ഞങ്ങളുടെ നിസ്കാരങ്ങളും ഖുർആൻ ഖത്മുകളും ദിക്റുകളും സ്വലാത്തുകളും എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാൻ. സർവോപരി ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാൻ. അന്ത്യം വിജയിപ്പിക്കണേ അല്ലാഹ്. ബിഹഖി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ ബിറഹ്മതിക.